മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങളായ ശാലിനിയുടെയും ശ്യാമിലിയുടെയും റിച്ചാർഡിൻ്റെയും എല്ലാം പിതാവായ ബാബുവിനെക്കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യപ്പെട്ട ഒരു കുറിപ്പാണിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ജിഹാസ് ജുലു എന്നൊരു വ്യക്തിയാണ് ബാബുവിനെ കുറിച്ചുള്ള ഈ വിവരം പങ്കുവച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ കുറിപ്പ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഈ ഫോട്ടോയിൽ കണ്ടാൽ ആളെ മനസ്സിലാകണമെന്നില്ല, എന്നാൽ സാക്ഷാൽ രജനീകാന്തും ജയലളിതയും ഒക്കെ താമസിക്കുന്ന പോയസ് ഗാർഡനിൽ 90കളിൽ തന്നെ ആഡംബര വീടും കാറും ചെന്നൈയിലും ബാംഗ്ലൂരിലും ഹൈദരാബാദിലുമൊക്കെ പ്ലോട്ടുകളും ഒക്കെയുള്ള ഒരു വ്യക്തിയാണിത്. ഇതൊക്കെ തന്നെ സമ്പാദിച്ചതും സിനിമയിൽ നിന്നാണ്. പക്ഷെ ഒരു സിനിമയിൽ പോലും അദ്ദേഹം അഭിനയിച്ചിട്ടില്ല. ഒരു സിനിമ പോലും സംവിധാനവും ചെയ്തിട്ടില്ല, നിർമ്മിച്ചിട്ടില്ല. സിനിമയുടേതായ ടെക്നിക്കൽ പ്രവൃത്തികളും ചെയ്തിട്ടില്ല. ആളെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് അല്പം ചരിത്രം പറയാം. കൊല്ലം ജില്ലയിൽ ജനനം. ചെറുപ്പത്തിലെ സിനിമ തലയ്ക്ക് പിടിച്ചിരുന്നു. അന്നത്തെ തെന്നിന്ത്യൻ സിനിമയുടെ ആസ്ഥാനമായിരുന്ന മദ്രാസിൽ എത്തിച്ചേരണം. സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആകണം എന്ന അതീവ ആഗ്രഹത്തിന്റെ സമ്മർദ്ദത്തിൽ ബാബുവും കൂട്ടുകാരനും കള്ളവണ്ടി കയറി മദ്രാസിലെത്തി. എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ എളുപ്പമായിരുന്നില്ല സിനിമയിൽ കയറിപ്പറ്റുന്നത്. പട്ടിണിയും പരിവട്ടവുമായി കുറച്ചു ദിവസം കഴിഞ്ഞതോടെ കൂട്ടുകാരൻ തിരിച്ച് നാട്ടിലേക്ക് പോയി. ബാബു മദ്രാസിൽ തന്നെ ഉറച്ചു നിന്നു. അതിനിടയിൽ ഒരു കടയിൽ ജോലിക്ക് കയറി. മിടുക്കനായ ബാബുവിന്റെ പരിശ്രമ ഫലമായി ആ ചെറിയ കട അഭിവൃദ്ധിപ്പെട്ടു. കടയുടമ അയ്യർ മറ്റൊരു കട തുടങ്ങി. അത് പൂർണ്ണമായും ബാബുവിനെ ഏൽപ്പിച്ചു. അതിനടുത്തായി മലയാളി കുടുംബത്തിലെ പെൺകുട്ടിയുമായി പ്രണയം. വീട്ടുകാരുടെ കൂടി സമ്മതത്തോടെ 1976 ആലീസിനെ വിവാഹം കഴിച്ചു. അടുത്ത വർഷം അവർക്കൊരു ആൺകുട്ടി ജനിച്ചു, റിച്ചാർഡ്. പക്ഷെ ജീവിതം സത്യത്തിൽ ദുസ്സഹമായിരുന്നു. കടയിൽ കച്ചവടം കുറഞ്ഞു വന്നു. വാടകയ്ക്ക് വീടെടുത്ത് മാറിയതിനാൽ ചിലവ് താങ്ങാവുന്നതിലധികമായിരുന്നു. അങ്ങനെയിരിക്കെ ആ ബുദ്ധിമുട്ടേറിയ കാലത്ത് 1979 ബാബു ആലീസ് ദമ്പതിമാർക്ക് ഒരു പെൺകുട്ടി ജനിച്ചു. ബാബുവിന്റെ ജീവിതം അപ്പാടെ മാറ്റിമറിച്ച, താൻ സ്വപ്നം കണ്ടതിനപ്പുറം അവരുടെ ജീവിതത്തെ പറിച്ചു നട്ട ആ പെൺകുട്ടിയുടെ പേര് ശാലിനി എന്നായിരുന്നു. മിടിമിടുക്കിയായിരുന്ന അവൾ കുഞ്ഞിലെ തന്നെ കടയിൽ വരുന്നവരെ അനുകരിച്ചു കാണിക്കുമായിരുന്നു. ആ പരിസരത്തെ എല്ലാവരുടെ പ്രിയങ്കരിയായിരുന്നു അവൾ. ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെട്ടിരുന്ന ബാബു തന്റെ മക്കളുടെ ചിത്രങ്ങൾ ധാരാളം എടുത്തുകൂട്ടിയിരുന്നു. ചില വാരികകളിൽ അവ അയച്ചു കൊടുക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരം ഒരു ഫോട്ടോ കണ്ട നവോദയ ജിജോ ബാബു കടയിലെ നമ്പർ കണ്ടെത്തി വിളിച്ചു. അടുത്ത ദിവസം ബാബു ശാലിനിയുമായി നവോദയയുടെ ഓഫീസിലെത്തി. നവോദയയുടെ ഫാസൽ സംവിധാനം ചെയ്യുന്ന എന്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് എന്ന ചിത്രത്തിലേക്ക് ബാലതാരത്തെ അന്വേഷിച്ചു മടുത്തിരുന്ന അവർക്ക് ശാലിനിയുടെ രൂപവും കുസൃതിയും ഇഷ്ടമായി. അഭിനയിപ്പിച്ചു നോക്കിയപ്പോൾ തങ്ങൾ പ്രതീക്ഷിച്ചതിലും അപ്പുറം തിരിച്ചു തന്ന ആ പെൺകുട്ടി പിന്നീട് ലോകം വിളിച്ചത് ബേബി ശാലിനി എന്നായിരുന്നു. ആദ്യ ചിത്രത്തിൽ തന്നെ മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന അവാർഡ്. പിന്നീട് അങ്ങോട്ടൊരു തേരോട്ടമായിരുന്നു. തമിഴിലും തെലുങ്കിലും കന്നഡയിലുമൊക്കെ മാറി മാറി അഭിനയം. നായകന്മാരെക്കാൾ പ്രതിഫലം അവൾക്ക് ലഭിച്ചു. ബേബി ശാലിനിയെ കണ്ട് തിരക്കഥകൾ രചിക്കപ്പെടുന്നു. പ്രൊഡ്യൂസർമാർ ബാബുവിന്റെ മുന്നിൽ ഡേറ്റിനായി വരി നിൽക്കുന്നു. അന്ന് സ്വയം സമ്പാദിച്ച് ആദായ നികുതി അടയ്ക്കുന്ന ഏറ്റവും ചെറിയ പ്രായത്തിലുള്ള വ്യക്തി എന്ന റെക്കോർഡ് നേടിയിരുന്നു. അതിന്നും തകർക്കപ്പെട്ടിട്ടില്ല. മമ്മൂട്ടിയും രജനീകാന്തും ചിരഞ്ജീവിയും അംബരീഷുമെല്ലാം ബേബി ശാലിനിക്കായി കാത്തു നിൽക്കേണ്ടി വന്നു. ഹിന്ദിയിൽ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ. ഉദ്ഘാടനത്തിനായി പണം വാങ്ങിയ ആദ്യ തെന്നിന്ത്യൻ സെലിബ്രിറ്റി. 90കളോടെ ബേബി ശാലിനി ബേബി അല്ലാതായി. പക്ഷെ ബാബുവിന്റെ സുവർണ കാലഘട്ടം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനുള്ള ഒരു ഇടവേള മാത്രമായിരുന്നു അത്. 1987 ബാബു ആലീസ് ദമ്പതിമാർക്ക് രണ്ടാമത്തെ പെൺകുട്ടി ജനിച്ചിരുന്നു. ശ്യാമിലി എന്ന ബേബി ശ്യാമിലി. സുഹാസിനിയുടെ കണ്ടെത്തൽ. 3ാം വയസ്സിൽ അഭിനയിച്ച മണിരത്നം ചിത്രമായ അഞ്ജലിയിലൂടെ ദേശീയ അവാർഡ്. അടുത്ത വർഷം അഭിനയിച്ച ഭരതൻ ചിത്രം മാളൂട്ടിയിലെ അഭിനയത്തിന് കേരള സംസ്ഥാന അവാർഡ്. അതേ വർഷം അഭിനയിച്ച കന്നഡ ചിത്രം മാതേ ഹായുഡു കോഗിലെ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കന്നഡ സർക്കാരിന്റെ മികച്ച ബാലതാരത്തിനുള്ള അവാർഡ്. ശാലിനിയേക്കാൾ 10 മടങ്ങ് പ്രതിഫലം. ബാബു ആവശ്യപ്പെടുന്നത് എത്രയാണോ അതാണ് ശാലിനിക്കും ശ്യാമിലിക്കും പ്രതിഫലം. പക്ഷെ തൻ്റെ മാതൃഭാഷയായ മലയാളത്തിൽ ഏറ്റവും കുറഞ്ഞ പ്രതിഫലത്തിലാണ് അദ്ദേഹം തൻ്റെ 2 മക്കളെയും അഭിനയിപ്പിച്ചത്. മറ്റ് ഭാഷകളിൽ ഓഫർ ചെയ്യപ്പെട്ട പ്രതിഫലത്തിൻ്റെ പകുതിയോളം മാത്രമേ അദ്ദേഹം മലയാളത്തിൽ നിന്നും ആവശ്യപ്പെട്ടിട്ടുള്ളൂ. മാത്രമല്ല മലയാളത്തിൽ നിന്നുള്ള റോളുകൾക്ക് മുൻഗണന നൽകുകയും ചെയ്തു. സൂപ്പർ താരങ്ങളോടൊപ്പം എല്ലാ ഭാഷകളിലും അഭിനയിച്ചിട്ടും മക്കളുടെ വിദ്യാഭ്യാസത്തെ അതൊന്നും ബാധിക്കാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. ഹൈസ്കൂൾ കാലഘട്ടത്തോടെ 2 മക്കളുടെ സിനിമാ ജീവിതത്തിനും അദ്ദേഹം ബ്രേക്ക് നൽകി. അങ്ങനെ ഒരു സിനിമയിൽ പോലും അഭിനയിക്കാതെ, സിനിമയിൽ ക്രിയേറ്റീവായി ഒന്നും ചെയ്യാതെ ബാബു എന്ന ആ മനുഷ്യൻ മലയാള സിനിമയുടെ എല്ലാമായി. സിനിമ സ്വപ്നം കണ്ട അദ്ദേഹം പതിറ്റാണ്ട് കാലം സിനിമാ സെറ്റിലെ ഏറ്റവും വിലയുള്ള വ്യക്തിയായി. ഏതായാലും ഈ കുറിപ്പ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മറ്റൊന്നാണ്. ബേബി ശാലിനിയുടെയും ശ്യാമിലിയുടെയും സിനിമാ ജീവിതത്തിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ നൽകേണ്ടത് ഇരുവരുടെയും പിതാവായ AS ബാബുവിനാണ്. കുട്ടികൾക്കൊപ്പം ആ അച്ഛൻ ലൊക്കേഷനുകളിൽ നിന്ന് ലൊക്കേഷനുകളിലേക്ക് പറന്നു.
ശാലിനിക്കും ശ്യാമിലിക്കും ബാബു അച്ഛൻ മാത്രമായിരുന്നില്ല, ആ ലിറ്റിൽ സൂപ്പർ സ്റ്റാറുകളുടെ മാനേജരും അദ്ദേഹമായിരുന്നു എന്ന് പറയാം. ബേബി ശാലിനിയെയും അനിയത്തി ശ്യാമിലിയെയും പോലെ മലയാളികളുടെ ഹൃദയം കവർന്ന ബാലതാരങ്ങൾ മലയാള സിനിമയിൽ വേറെ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. ബാബുവിൻ്റെ കഷ്ടപ്പാടുകൾക്കൊക്കെ അറുതി വരുത്തി ഭാഗ്യദേവതയായി ഈ രണ്ട് കുട്ടികളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയായിരുന്നു.